ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇപ്പോൾ മഴയൊക്കെയാണ് ഇവിടെ, ട്രിവാൻഡ്രമൊക്കെ മഴയാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ മഴയാണോ എന്നറിയില്ല. എല്ലാവരും കരുതിയിരിക്കുക, ഹെൽത്ത് കെയർ ചെയ്യുക. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാം. ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത്, ഞാൻ വീട്ടമ്മമാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ പാർട്ട് 1 and 2 വീഡിയോയ്ക്ക് കിട്ടിയ ഒരു ഭയങ്കരമായ ഒരു സപ്പോർട്ടിന് എല്ലാവരോടും വീണ്ടും 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 ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാനൊരു പോയിൻ്റ് പറഞ്ഞത്, ഒത്തിരി പേര് എനിക്ക് കമൻ്റായിട്ട് ചോദിച്ചു, എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ നമുക്ക് വേണ്ടി ഒരു സമ്പാദ്യം വയ്ക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞ് കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റിൻ്റെ ഇതിൽ പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇതാണ്. ചില ഹസ്ബൻഡ്സ് നമുക്ക് വീട്ടു ചെലവിന് പോലും പൈസ തരുന്നില്ല. അവരാണ് എല്ലാ സാധനങ്ങളും വാങ്ങി കൊണ്ടുവന്ന് നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വൈഫ്സൊക്കെ എങ്ങനെയാണ് സ്വന്തമായി ഒരു പൈസ മിച്ചം വയ്ക്കുന്നത് എന്ന് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എങ്ങനെ വീട്ടമ്മമാരായ നമ്മളെപ്പോലുള്ള ഓരോരുത്തർക്കും സ്വന്തമായി ഒരു സമ്പാദ്യം, സ്വന്തമായി അവനവന് വേണ്ടിയുള്ള ഒരു സമ്പാദ്യം വയ്ക്കാൻ സാധിക്കും. നമ്മുടെ കുടുംബം നോക്കിക്കൊണ്ട് പോകവേ തന്നെ നമുക്കായി എങ്ങനെ ഒരു ചെറിയ തുകയെങ്കിലും സേവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. എനിക്കറിയാവുന്ന വളരെ ചെറിയ അറിവുകളും പരിമിതമായ അറിവുകളിൽ നിന്നുകൊണ്ടും എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ട എക്സ്പീരിയൻസ്, അനുഭവങ്ങളിൽ നിന്നുമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഇപ്പോൾ പൈസ തരുന്ന ഹസ്ബൻഡുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് സമയം കിട്ടിയില്ലെങ്കിൽ അവർ പച്ചക്കറി വാങ്ങാനൊക്കെ ആയിട്ട് ഒരു ദിവസം നമുക്ക് 100 രൂപ തരുന്നു എന്ന് വയ്ക്കുക. ഓക്കെ, 100 രൂപയാണ് നമുക്കവർ തരുന്നതെങ്കിൽ നമ്മൾ 75 റുപ്പീസിനും വാങ്ങുക പച്ചക്കറി. ഓക്കെ, നമുക്ക് നമ്മുടെ ആഹാരത്തിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. മക്കളുടെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു 75 റുപ്പീസും നമ്മൾ ചിലവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു 80 റുപ്പീസും നമ്മൾ ചിലവ് ചെയ്യുന്നു. 20 റുപ്പീസ് അതിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. മനസ്സിലായില്ലേ? ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ, പക്ഷേ വീണ്ടും അതെടുത്ത് ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാനിങ്ങനെ മിച്ചം വയ്ക്കുന്ന പൈസകൾ വീണ്ടും ഒരാവശ്യം വരുമ്പോൾ ഞാൻ എടുത്തങ്ങ് ചിലവാക്കും. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ വയ്ക്കുന്ന പൈസ ഞാനൊരു ഹെൽത്ത് ഇഷ്യൂ വരുന്ന സമയത്തല്ലാതെ മറ്റൊരാവശ്യത്തിന് എടുക്കാറില്ല. ഇപ്പോൾ വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ നമ്മൾ നമ്മുടേതായ ആർക്കും വേണ്ടിയും ചിലവാക്കാതെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചിലവാക്കാൻ വേണ്ടി ഒരു പൈസ വയ്ക്കണമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. അപ്പോൾ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും, ഇപ്പോൾ നിങ്ങൾ 35 ആണെങ്കിലും ശരി, 30 ഇയർ ഓൾഡ് വീട്ടമ്മയായാലും ശരി, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരായാലും ശരി, ഒരു തുക നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് നിങ്ങൾ മാറ്റി വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നിങ്ങളെ ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, എമർജൻസി വരുന്ന ഒരു സിറ്റുവേഷനിൽ ഇത് നിങ്ങളെ സഹായിക്കും. ഓക്കെ, ഈ സമ്പാദ്യം. അപ്പോൾ അങ്ങനെ ഒരു 100 റുപ്പീസ് തരികയാണെങ്കിൽ ഒരു 25 റുപ്പീസ്, അല്ലെങ്കിൽ മിനിമം ഒരു 20 റുപ്പീസെങ്കിലും ഡെയിലി നമ്മൾ മാറ്റി വയ്ക്കുക. ഡെയിലി ഇപ്പോൾ ചില ഹസ്ബൻഡ് ഇന്ന് 100 രൂപ തന്നാൽ ഇപ്പോൾ നാളെ തരണമെന്നില്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണോ നമുക്ക് കറികൾ വയ്ക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നമുക്ക് വളരെ കുറച്ച് പച്ചക്കറി വെച്ചും ടേസ്റ്റി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ തുടക്കക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അതായത് ജീവിച്ച് വരുമ്പോൾ നമുക്ക് വെറും ഒരു ഉള്ളിയും അതുപോലെ തന്നെ ടൊമാറ്റോയും പച്ചമുളകും അതുപോലെ ശകലം പരിപ്പും ഉണ്ടെങ്കിൽ സാമ്പാർ വയ്ക്കാൻ പറ്റും. എല്ലാ പച്ചക്കറികളും ഇട്ടും സാമ്പാർ വയ്ക്കാൻ പറ്റും. അപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് ഹെൽത്തി ഫുഡ് കൊടുക്കണ്ടെന്നൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. 80 റുപ്പീസ് ചിലവാക്കുമ്പോൾ ഒരു 20 റുപ്പീസ് നമ്മളതിൽ നിർബന്ധമായും മിച്ചം വയ്ക്കുക. ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ കുറിച്ചുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ വേറൊരു ഇതെന്ന് പറയുന്നത്, ഇപ്പോൾ 60 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് ക്ഷേമ പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ 2000 റുപ്പീസാണ് നമുക്ക് ഗവൺമെൻറ് തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 1900 രൂപയും നമ്മൾ ചിലവാക്കിക്കും. പക്ഷേ ഒരു 100 റുപ്പീസ് നമ്മൾ അതിൽ നിന്ന് മാറ്റി ചിലവാക്കാത്ത ഒരു എമൗണ്ടായി നമ്മുടെ സമ്പാദ്യത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ, അതാരോടും പറയണമെന്ന് നിർബന്ധമില്ല നമ്മൾ. ഓക്കെ, ചിലപ്പോൾ ആ 100 രൂപ ചിലവാക്കിയാലും തീരാത്തതായിരിക്കും നമ്മളെ ചിലവ്. എന്നാലും നമ്മൾ നിർബന്ധമായി ആ ഒരു 100 റുപ്പീസ് എല്ലാ മന്തിലും നമ്മൾ മാറ്റി വയ്ക്കാനായിട്ട്, ഇത് 60+ കഴിഞ്ഞവർക്കുള്ള
കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പിന്നെ ഗവൺമെൻറ് ജോലി, അതിൽ നിന്ന് റിട്ടയർഡായി പെൻഷനായവരോ അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലേഡീസോ ആണെങ്കിൽ എല്ലാ മാസവും നമുക്ക് കിട്ടുന്ന മാസ വരുമാനം അതെത്രയാണോ അതിൽ നിന്ന് ഒരു തുക മാറ്റിവെക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ടെക്സ്റ്റൈൽസ് പോലുള്ള ഇപ്പോൾ വീട്ടമ്മമാർ ധാരാളം പേര് ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്തിനെ സംബന്ധിച്ച് 10, 12,000, 13,000, ഒരു 15,000-നകത്തുള്ള സാലറി ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് അവരുടെ പിന്നെ ബസ് ഫെയർ, ഇപ്പോൾ പ്രിയദർശിനി നമുക്കുണ്ടെന്ന് പറഞ്ഞാലും അത്യാവശ്യ സാഹചര്യത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ് ഫെയർ കൊടുത്തേ മതിയാവും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ പൈസ മിച്ചം വയ്ക്കാനായിട്ട് 15,000 12,000 കിട്ടുന്നതിൽ 2,000 രൂപ നമുക്കിങ്ങനെ ബസ് ഫെയറായി പോവും. ബാക്കി കിട്ടുന്ന പൈസ ഒരു 10,000 12,000 അല്ലെങ്കിൽ 10,000 ആണെന്ന് വയ്ക്കുക. അതിൽ നിന്നൊരു 500 റുപ്പീസ് നമ്മൾ മിച്ചം വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് ആരോടും പറയാതിരിക്കുക നമ്മൾ ആ പൈസ വെച്ചു എന്നുള്ളത്. പിന്നെ 1 മന്തിൽ നമ്മൾ കെയർ ചെയ്യുക എത്ര അടുത്ത് നടന്നു പോകേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ റിക്ഷയിലൊക്കെ യാത്ര ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് കഴിവിൻ്റെ പരമാവധി വാക്കബിൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ, നടന്നു പോകാൻ കഴിയുന്ന ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ നടന്നു പോയിക്കൊണ്ട് നമ്മൾ ആ റിക്ഷയ്ക്ക് കൊടുക്കുന്ന പൈസ നമ്മളെ കയ്യിൽ വരികയാണെങ്കിൽ അത് നമ്മളൊരു സമ്പാദ്യമായി വയ്ക്കുക. ഇത് ഹെൽത്തി ആരോഗ്യമുള്ള മനുഷ്യരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അനാരോഗ്യമുള്ളവർക്ക് റിക്ഷയിൽ പോയേ മതിയാവൂ, അത് മറ്റൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അവനവൻ്റെ ആരോഗ്യസ്ഥിതിയും കാര്യങ്ങളും അനുസരിച്ച് വേണം ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത്. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതായത് എനിക്ക് കിട്ടുന്ന തുകയിൽ നിന്ന് ഒരു ചെറിയ തുകയെങ്കിലും ഞാൻ മാറ്റിവെക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ പാടില്ല. ഒരു വീട്ടമ്മയും മാറാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പിന്നെ വേറൊരിതുണ്ട്, കല്യാണം കഴിച്ച് വിട്ട മക്കളൊക്കെയുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 മക്കളുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ മകൾ വരുമ്പോൾ അമ്മയെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൈസ അമ്മയ്ക്ക് കൊടുക്കും. അപ്പോൾ ആ അമ്മ എന്ത് ചെയ്യും? ഈ പൈസ അമ്മയുടെ കയ്യിൽ വയ്ക്കാതെ രണ്ടാമത്തെ മകൾ എപ്പോഴെങ്കിലും വരുമ്പോൾ അവക്കെടുത്ത് കൊടുക്കുക. അപ്പോൾ എന്താവും? ആ രണ്ടാമത്തെ മോൾക്ക് ഇതൊരു ശീലമാവും ഈ പൈസ വാങ്ങിക്കൊണ്ട് പോവുക എന്നുള്ളത്. അപ്പോൾ അമ്മയെ കാണാൻ വരുന്നതിൻ്റെ അളവ് കൂടും. ഒരു പ്രാവശ്യം വരുന്ന മകൾ പൈസയെ കരുതി 2-3 പ്രാവശ്യമൊക്കെ വരുന്നവരെ എൻ്റെ അറിവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതൊരാളും നമുക്ക് നമ്മുടെ ഒരു അമ്മമാർക്ക് തരുന്ന പൈസ പിന്നീട് നമ്മുടെ മക്കൾക്ക് പ്രായപൂർത്തിയെത്തി അവർ ജോലിക്കാരായി അവർ വിവാഹം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും അമ്മ അവർക്ക് പൈസ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ATM മെഷീനായി മാറരുത്. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. അവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്, അവർക്ക് ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കുക. നിങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് വേണ്ടി ഈ പൈസ വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രോഗാവസ്ഥയിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം, ഒരു സ്ഥലം ഒന്ന് കാണണം, ഒരു ടെമ്പിളിലൊന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ വേണ്ടേ? അപ്പോൾ എല്ലാവരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊന്നും അല്ലല്ലോ, എല്ലാ വീട്ടമ്മമാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ല. ഇനി ഹസ്ബൻഡ് ഒന്നും തരാത്ത ചില വീട്ടമ്മമാരെ കുറിച്ചുള്ളതാണ്. അതിൽ ഇപ്പോൾ ഹസ്ബൻഡ് ഒന്നും തന്നില്ലെങ്കിലും വീട്ടുകാര്യങ്ങളെല്ലാം ഹസ്ബൻഡാണ് നോക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളൊരു ഹസ്ബൻഡിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. കാരണം അദ്ദേഹം കുടുംബകാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. നമുക്ക് സ്പെഷ്യലായിട്ട് ചിലവാക്കാൻ പൈസ തരുന്നില്ല എന്നുള്ള ഒരു പേരിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്ത് കളയാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിനെ എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, നമുക്ക് ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയാം അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് ഞാൻ എടുക്കട്ടെ എന്നൊക്കെയുള്ള സമ്മതം എങ്ങനെയെങ്കിലും നല്ല വാക്കിൽ നിങ്ങൾ സംസാരിച്ച് നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പരിശ്രമത്തിലൊന്നും അദ്ദേഹം വന്ന് ഉടനെ ഓക്കെ നീ ചെയ്തോ എന്ന് പറയണമെന്നൊന്നുമില്ല. നമ്മുടെ ആഗ്രഹം അത്രയും തീവ്രമാണെങ്കിൽ, അതായത് നമുക്കൊരു സമ്പാദ്യം വെക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ 2, 3, 4, 5, 10 ശ്രമം ട്രൈ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് മാറ്റിയെടുത്ത് നമ്മൾ നമ്മുടേതായ ഒരു ജോലി, നമുക്ക് അഭിമാനമുള്ള ഒരു ജോലി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ നമുക്ക് മെഷീൻ വാങ്ങിച്ച് വെച്ച് വീട്ടിൽ ഒത്തിരി അങ്ങ് തയ്ക്കണമെന്നൊന്നുമില്ല. അത്യാവശ്യം നമുക്കൊരു ഏണിങ് കിട്ടുന്നത് നമുക്കൊരു മാനസിക ഉല്ലാസം കൂടിയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മളിങ്ങനെയൊക്കെ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നതല്ലാതെ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് പഠിപ്പിക്കാമല്ലോ. വീട്ടിൽ കുട്ടികളെ വരുത്തി പഠിപ്പിക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം. എന്തിന് നമുക്ക് യൂട്യൂബ് വരെ തുടങ്ങാമല്ലോ. അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് പെർമിഷൻ തരുന്നത് ആ രീതിയിൽ വീട്ടമ്മമാർ വെറുതെ ഇരിക്കാതെ ഒരു ജോലി അവനവൻ്റെ
ആരോഗ്യത്തിനനുസരിച്ചുള്ള ഒരു ജോലി ചെയ്ത് സ്വന്തമായി ഒരു 10 രൂപ അവനവന് വേണ്ടി സേവ് ചെയ്ത് വയ്ക്കുക. ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കും എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എല്ലാം പ്രായപൂർത്തിയെത്തി മക്കളെ എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു വിട്ടതിന് ശേഷം വീണ്ടും 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 അവർക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, അവർക്കൊരു ജെനുവിൻ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ധാരാളം കാശ് കയ്യിൽ വയ്ക്കുന്നവരാണെങ്കിൽ അമ്മ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കാം. അത് ഒരാളുടെ വ്യക്തിപരമായ ചോയ്സാണ്. അതല്ലാതെ എല്ലാ മക്കൾക്കും കൊടുത്തു കഴിഞ്ഞ് വാർദ്ധക്യത്തിലോട്ട് പോയി നീങ്ങിക്കൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർ വീണ്ടും വീണ്ടും മക്കൾക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നീട് നമുക്ക് ജീവിതം ദുസ്സഹമായി മാറും. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും അത് കരുതിയിരിക്കുക. അപ്പോൾ സിംഗിൾ പാരൻ്റ് ആയിട്ടുള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ പേരിൽ ഒരു ചെറിയ എമൗണ്ട് കിട്ടുന്ന ജോലി, മാഡം ഞാൻ ടെക്സ്റ്റൈൽസ് ജോലിക്കാണ് പോകുന്നത് അതുകൊണ്ട് എൻ്റെ കയ്യിലൊന്നും കാണില്ല, നമ്മൾ വയ്ക്കാതിരുന്നാൽ ഒരിക്കലും കാണില്ല. അപ്പോൾ എന്തായാലും നിർബന്ധമായും നമുക്ക് 10,000 രൂപ ശമ്പളം കിട്ടുന്നുവെങ്കിൽ പ്രതിമാസം 500 രൂപ അല്ലെങ്കിൽ ഒരു 300 രൂപയെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുക എന്നുള്ളത് ഓരോ വീട്ടമ്മമാരും ശീലമാക്കുക. അപ്പോൾ ഇത് മറ്റാരോടും ഡിസ്കസ് ചെയ്യണമെന്നോ ഒരു വലിയ തീരുമാനത്തിൻ്റെ ആവശ്യമോ ഒന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോൾ എളുപ്പമാണ്. എല്ലാ മാസവും അത് വയ്ക്കുക എന്ന് പറയുന്നത് ഒരു ഹാബിറ്റായി മാറിയാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. തുടക്കത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസം വയ്ക്കും, പിന്നെ കിട്ടുന്ന വെച്ചതെടുത്ത് ചിലവാക്കും, വീണ്ടും വയ്ക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ജീവിതത്തിൻ്റെ ഈ വൈകിയ വേളയിലെത്തിയപ്പോഴാണ് എനിക്ക് ഭയങ്കരമായ തിരിച്ചറിവുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെപ്പോലെ നിങ്ങളും ഓരോരുത്തരും ചെറിയൊരു സമ്പാദ്യം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. പറ്റുന്ന ജോലികൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അത് സ്വന്തം സുരക്ഷിതത്വവും അതുപോലെ തന്നെ നമ്മുടെ മാനസിക ഉല്ലാസത്തിനും അതുപോലെ മാനസികമായ ആ ഒരു കരുത്തിനും ആത്മവിശ്വാസത്തിനും ഒക്കെ ഉതകുന്ന ഒന്നാണ് സ്വന്തമായി നമ്മുടെ പേരിൽ ഒരു കാശ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഓരോ പ്രാവശ്യം പൈസ വയ്ക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇപ്പോൾ എനിക്ക് കാശ് വയ്ക്കാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി, പ്രപഞ്ചശക്തിക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് അത് പറയാൻ നിങ്ങൾ മറന്നു പോകരുത്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വയ്ക്കുമ്പോൾ എന്തിനാ പ്രത്യേകിച്ചൊരു പ്രാർത്ഥന എന്ന് വിചാരിക്കും. പക്ഷെ അത് തെറ്റായ ധാരണയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഒരു 10 രൂപ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോഴും നമ്മൾ പറയുക, ഈ കാശ് എനിക്കിപ്പോൾ ലഭിച്ചതിന് എൻ്റെ ഭഗവാന്മാർക്കെല്ലാം നന്ദി. അവരവരുടെ മതപ്രകാരമുള്ള വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള വാക്ക്, നന്ദി എന്നുള്ള വാക്ക് നിങ്ങൾ മറന്നു പോകരുത്. വീണ്ടും അത് അടുത്ത് നമുക്ക് ലഭിക്കാനും വയ്ക്കുവാനും വേണ്ടിയുള്ള ഒരു ഒരു എക്സ്ട്രാ കരുത്താണ് നമ്മൾ ആർജിക്കുന്നത് ഈ പ്രാർത്ഥന വഴി. അപ്പോൾ അത് പറയാൻ മറക്കാതിരിക്കുക. ഓരോ വീട്ടമ്മമാരും അവരവരുടെ ഹെൽത്ത് നല്ല രീതിയിൽ കെയർ ചെയ്യുക. ചെറിയ ചെറിയ പോരായ്മകൾ വരുന്നത് പോലും നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന് പല സിറ്റുവേഷനും പല ജീവിത സാഹചര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ കരുത്തുള്ളവരായിരിക്കണം. ഒരാളിൻ്റെ വാക്കിലോ അല്ലെങ്കിൽ ഒരാൾ പറയുന്ന അവരുടെ ചിന്താഗതിയിലോ വീണുപോയി മാനസിക സമ്മർദ്ദം നേരിടേണ്ടവരല്ല നമ്മളെപ്പോലുള്ള, ഞാൻ ഉൾപ്പെടുന്ന വീട്ടമ്മമാർ എന്ന തിരിച്ചറിവ് ഓരോ വീട്ടമ്മയ്ക്കും ഉണ്ടായിരിക്കണം. അതായത് എന്നെപ്പോലെ തന്നെ കരുത്തുള്ള ആളാണ് എനിക്കെതിരെ നിൽക്കുന്ന വീട്ടമ്മ, ഒരേത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും എന്ന ഉത്തമ ബോധ്യം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഒരാളിൻ്റെ വാക്കിൽ വീണു പോകേണ്ടവരല്ല നമ്മളെന്നുള്ള കാര്യം കൂടി ഉറപ്പാക്കുക. അപ്പോൾ എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും ഒരു സമ്പാദ്യം, എല്ലാ വീട്ടമ്മമാരും ചെറിയ രീതിയിലെങ്കിലും ഉള്ള ഒരു സമ്പാദ്യം വയ്ക്കും എന്ന ഒരു ശുഭപ്രതീക്ഷയോടെ ഒരു നല്ല കാലമാകട്ടെ നമ്മൾ ഓരോ വീട്ടമ്മമാർക്കും ഇനി വരും ദിവസങ്ങളിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും ഇതുപോലെ ഞാൻ ടോപ്പിക്സുമായി നിങ്ങളോട് സംസാരിക്കാനായി വരുന്നതായിരിക്കും. ഇതേ ടോപ്പിക്കിനെ കുറച്ചുകൂടെ ഈ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടുന്ന കമൻസ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ഇതേ ടോപ്പിക്കുമായി സമ്പാദ്യശീലം എങ്ങനെയൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ മറ്റൊരു വീഡിയോയുമായി വരാനും മനസ്സ് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്.